കെ വി സരിത, തിരുവനന്തപുരത്തുണ്ടായ രണ്ട് പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും അവസാനം ഈ ആനന്ദ് തമ്പിയുടെ ആത്മഹത്യ അടക്കം കാര്യങ്ങൾ, ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ, സ്ഥാനാർത്ഥിത്വ നിഷേധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനുശേഷം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴുള്ള സമ്മർദ്ദം, ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അവിടെ രണ്ടു തരത്തിലാണ് ബി ജെ പി ഇതിൽ നിലപാടെടുത്തത്. ബി ജെ പിയുടെ ചില സംസ്ഥാന നേതാക്കൾ അതിനെ തള്ളിപ്പറഞ്ഞു. ചിലർ അദ്ദേഹത്തിന് അനുകൂലമായി അവിടെ ചെന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പാർട്ടിയുടെ പേരിൽ, പാർട്ടിയുടെ ലോക്കൽ ഘടകത്തിന്റെ പേരിൽ ഫ്ലെക്സ് ബോർഡുകൾ അടക്കമുണ്ടായി. ആ വിഷയങ്ങളടക്കം ഇവിടെ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യമാണ്. അരുൺകുമാർ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ വോട്ട് ചോദിച്ചു പോകുന്ന ഇടത്ത് ഒരു സ്ത്രീക്കെതിരെ അതിക്രമമുണ്ടായി എന്ന വാർത്ത വലിയ തോതിൽ പ്രചരിക്കപ്പെടുകയാണ്. അതായത് വോട്ട് ചോദിച്ച് എത്തുമ്പോൾ മര്യാദയ്ക്ക് പെരുമാറാത്ത ആളുകളെ എങ്ങനെ ആളുകൾ ജയിപ്പിക്കും? മധു, ഇത്തവണത്തെ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്, അതിലൊന്നും ഞങ്ങളാരും ന്യായീകരിക്കാൻ വരുന്നില്ല. ഒരു കാരണവശാലും അപകടം കാണിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങളാരും ഉണ്ടാവില്ല. പാലക്കാടുണ്ടായ ഒരു സംഭവം, നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചർച്ചയിലിരുത്തി അദ്ദേഹത്തിന്റെ വേർഷൻ കേൾക്കുകയാണ്. സി പി എമ്മിന്റെ പ്രതിനിധി അതൊരു ചെറിയ സംഭവമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങ് സമ്മതിക്കുമോ? ഇല്ല. ഒരു ദിവസം നമ്മൾ എടുത്ത വിഷയമാണ് തിരുവനന്തപുരത്ത് ആത്മഹത്യ. അതൊരു ചെറിയ സംഭവം, ഒരു മനുഷ്യന്റെ മരണം ചെറിയ സംഭവമാകുമോ? ഞാൻ പറയട്ടെ മധു, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇത്തവണ കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? തകർന്നടിഞ്ഞ കേരളത്തെയാണ് നമ്മൾ കാണുന്നത്. സാമ്പത്തിക മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമായി. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഒക്കെ ഒരു അരക്ഷിതാവസ്ഥയല്ല, കെടുകാര്യസ്ഥതയാണ്. അതിനേക്കാൾ ഉപരിയല്ലേ ശബരിമല വിഷയം. ഈ ശബരിമല കാര്യത്തിൽ എന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? CPM നിയമിച്ച രണ്ട് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റുമാരല്ലേ ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് കാര്യാലയത്തിൽ പോയി ഇരുന്നവര്, ശബരിമലയിൽ പോയി ഇരുന്നവര്, അവരല്ലേ അവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചത്? ഹൈക്കോടതി നിയമിച്ച SIT ഈ 2 പേരെ ജയിലിൽ ഞാൻ ചർച്ച ചെയ്തത് ആ വിഷയം 3 ദിവസം നമ്മൾ ചർച്ച ചെയ്തു. A പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം നിരന്തരമായ 3 ദിവസം തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അന്നൊക്കെ BJPയുടെ പ്രതിനിധികൾ വന്നിരുന്നതിൽ ഘോരഘോരം സംസാരിക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ അതിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടിരുന്ന ഭീഷണികളും പ്രശ്നങ്ങളും മാത്രം നമ്മൾ ആ തലക്കെട്ടിൽ ചർച്ച ചെയ്യുന്ന ദിവസം അങ്ങേക്ക് വേണമെങ്കിൽ അരമണിക്കൂർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. പക്ഷെ പാർട്ടിയെ തുടർന്നൊരു കാര്യം പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളാണത് കാണുന്നത്. നമ്മൾ പൊതുജനങ്ങൾ എന്തൊക്കെ കാണണം എന്നുള്ളത് പൊതുജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട എന്ന് BJP പറഞ്ഞാൽ നോക്കാതിരിക്കുന്നവരല്ല കേരളത്തിലുള്ളവർ. മാധു, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടാവും. അതിനെ ചെറുതാവും വലുതോ മാനങ്ങളും ഉണ്ടാവും. ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇത്തവണ ജനവിധി എഴുതാൻ പോകുന്നത് ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. അതിനകത്ത് വേറെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫോക്കസ് മാറ്റാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത്തരം ഒരു ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനോ അതിനെ അപലപിക്കാതിരിക്കാനോ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ഞങ്ങൾ ശക്തമായ നിലപാട് തന്നെ. അപലപിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാദേശികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. RSS ആകൃതിയെന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്ത നാടാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുടെ. മാധു ഒരു മിനിറ്റ്. മാധു, ഞാൻ ഒരു 2-3 മാസത്തിന് ശേഷം ഒരു ദിവസം ചാനൽ ചർച്ചയിൽ വരുന്നത് തന്നെ. ഒരു വിഷയം പറയുമ്പോൾ ഇത്രയ്ക്ക് അസഹിഷ്ണുത കാണിക്കല്ലേ. എനിക്ക് ആകെ ഒരു ചോദ്യമുള്ളൂ CPM നേതാക്കന്മാരോട്. 2 പേര് ജയിലിൽ പോയില്ലേ? അയ്യപ്പൻ്റെ സ്വർണം കണ്ടതിനല്ലേ? SIT അല്ലേ കണ്ടെത്തിയത്? ഹൈക്കോടതി നിരീക്ഷണത്തിലല്ലേ അന്വേഷണം നടക്കുന്നേ? അവർക്കെതിരായിട്ട് ഒരു നടപടി എടുത്തോ ഇവര്? അവരെ പുറത്താക്കിയോ? അതിനെ തള്ളി പറഞ്ഞോ CPM? അതിനുശേഷം വരട്ടെ. കേരളം ചർച്ച ചെയ്യുന്ന വിഷയം അതാ. നമ്മളൊക്കെ വീട് കയറുമ്പോൾ അറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് വീട് കയറുമ്പോൾ ഈ തിരുവനന്തപുരത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചർച്ച ചെയ്യുന്നത് CPM നടത്തിയ ഈ തട്ടിപ്പ് മാത്രമല്ല. കോൺഗ്രസ് നേതാവിന്റെ കാലത്ത് ശബരിമലയിൽ ഈ വിഷയമൊന്നും ചർച്ച ചെയ്യപ്പെടില്ല എന്ന് ഇവിടെ ആർക്കും അഭിപ്രായമില്ല.
ഈ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. പക്ഷേ അങ്ങേക്ക് CPM-നോട് ഒരു ചോദ്യമേ ഉള്ളൂ എന്ന് പറയുന്നു. ആ ചോദ്യം കഴിഞ്ഞ് 3 ദിവസമായി ആ ചോദ്യവും അതിനപ്പുറമുള്ള ചോദ്യവും ഇതിനേക്കാൾ ഉച്ചയിൽ ചോദിച്ച ഒരാളാണ് ഞാൻ. സ്വാഭാവികമായും ഒരു വിഷയം ഒരു തലക്കെട്ടിട്ട് ഇന്ന് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങ് ആ ചോദ്യം തന്നെ ആവർത്തിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോടൊരു നീതി കാണിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അരുൺകുമാറിനോട് ചോദിച്ചത് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശ്രീ റിജിൽ മാക്കുറ്റിയോട് ചോദിച്ചത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അങ്ങയോട് ചോദിക്കുന്നത് BJP-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അങ്ങ് മുഴുവൻ CPM-യുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP-ക്കാർ മറുപടി പറയും. ഞാൻ BJP-യുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിനകത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു വിഷയം കുത്തിച്ചെലുത്തി ഫോക്കസ് മാറ്റാൻ ശ്രമിക്കരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ BJP-യുടെ ഒരു പ്രവർത്തകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നില്ല, അതിനെ ശക്തമായിട്ട് അപലപിക്കണം. അത്തരക്കാരെ ചുമന്നുകൊണ്ട് നടക്കുന്നൊരു ശീലവും BJP-ക്കില്ല. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. ഞങ്ങൾ ശബരിമലയിലെ കള്ള നടത്തിയ ആളെ സംരക്ഷിക്കുന്ന പോലെ ഞങ്ങൾ ഇവരെ ആരെയും സംരക്ഷിക്കാൻ വരുന്നില്ല. കോൺഗ്രസിൻ്റെ നേതാവ് ശബരിമലയിലേക്ക് പാത്രം മേടിച്ചതിൻ്റെ പേരിൽ കോടികൾ തട്ടിയതിനെ പോലെ ആ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ സംസ്കാരം അത് ഞങ്ങൾ പുലർത്തുന്നില്ല. ഇത് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്, കേരളം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ സമ്മതിക്കുന്നു. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് അത്തരക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതിനൊന്നും CPM-ഉം കോൺഗ്രസും തയ്യാറാകുന്നില്ല മാധു. അതും കൂടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടേ അവരെ. അങ്ങനെ മാറ്റി നിർത്തിയതായി ഈ പറയുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എതിരെയും നടപടി എടുത്തതായും ഞങ്ങൾക്കറിയില്ല. അങ്ങേക്ക് അറിയാമെങ്കിൽ അങ്ങേക്ക് പറയാം. മാത്രമല്ല അദ്ദേഹം BJP പ്രവർത്തകൻ പോലും അല്ല എന്ന് തള്ളി പറയുന്ന എറണാകുളത്ത് ഒരു സംഭവം ഉണ്ടായി. അയാളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഒരു സംശയം ഉണ്ടായില്ല, പുറത്താക്കി. അതുപോലെ ഇത്തരം കാണിക്കുന്ന ആൾക്കാരെ BJP-യിൽ വച്ച് പൊറപ്പിക്കുന്ന പ്രശ്നമില്ല. ഒരു സംശയം ഉണ്ട് അക്കാര്യത്തിൽ. ഇത് കൂടുതൽ ഇടങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായ കഥ അങ്ങ് പറയുകയാണെങ്കിൽ